സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിന്റെ സൗന്ദര്യം ഇനി ഗ്ലാസ് ബസ്സിലിരുന്ന് ആസ്വദിക്കാം. ഗ്ലാസുമായി ബസ്സിലിരുന്നല്ല, ഗ്ലാസ് ബസ്സിലിരുന്ന് ആസ്വദിക്കാം. KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഉടൻ സർവീസ് ആരംഭിക്കും. പഴയ ഡബിൾ ഡെക്കർ ബസ് നവീകരിച്ച പൂർണ്ണമായും ഗ്ലാസിലാണ് റോയൽ വ്യൂ ബസിന്റെ നിർമ്മാണം. അഷിൻ ഡിയാഗോ കാട്ടിത്തരും എന്താണ് ഈ ബസ്സെന്ന്. മൂന്നാറിന്റെ സൗന്ദര്യം കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാൻ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസ് വരികയാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് ഈ സർവീസിന്റെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും നിർവഹിച്ചത്. മിനിസ്റ്ററെ, പുതിയൊരു ചുവടുവെപ്പാണ്, സഞ്ചാരികളെ ലക്ഷ്യമിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കാണാനുള്ള അവസരമാണ് ഈ വണ്ടി ഒരുക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റിൽ നമ്മളിപ്പോൾ തുറന്ന വണ്ടി വേണമെങ്കിൽ ടോപ്പ് തുറന്ന വണ്ടിയുണ്ട്, അത് വിട്ടാൽ കാര്യമില്ല. മഴ പെയ്യും, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. ഇതാകുമ്പോൾ നല്ല എല്ലാം കാണുകയും ചെയ്യാം, മഴ ആസ്വദിക്കാൻ കഴിയും. മഴയുടെ ടൂറിസം എന്ന് പറയുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. മൂന്നാറിൽ മിക്കവാറും മഴയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ മഞ്ഞ് മിസ്റ്റുണ്ട് ഭയങ്കരമായിട്ട്, അത് ആസ്വദിക്കാൻ കഴിയുന്ന വളരെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. അപ്പോൾ അതിന് ശരിക്കും ഈ വണ്ടി ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലെല്ലാം വെള്ളം വീഴുന്ന കാണാം, ഗ്ലാസ്സാണ് മുകളിലെല്ലാം, ഫുൾ ഗ്ലാസ്സാണ്. പിന്നെ മഞ്ഞ് വരുമ്പോഴും വണ്ടി ഇങ്ങനെ മഞ്ഞിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. ഇതൊരു വിജയമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ, ഈ ഒരു ബസ് പൂർണ്ണമായും ഗ്ലാസിൽ രൂപകൽപ്പന ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇതിനെ എങ്ങനെ മറികടന്നു എന്നുള്ളതാണ്? അല്ല, അതൊരു മനസ്സിൽ തോന്നിയൊരു ആശയമാണ്. ഇത് റോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് KSRTCയിലെ എഞ്ചിനീയർമാരുടെയും ജീവനക്കാരുടെയും ഒരു കഴിവാണ്. ഈ ഒരു ട്രിപ്പ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ വണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതും റെഡിയാക്കാൻ അത് കുറച്ചുകൂടെ വേഗത്തിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ അത് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സർവീസ്, അതിൻ്റെ ഒരു ക്രമീകരണമൊക്കെ? ബഡ്ജറ്റ് ടൂറിസത്തിനാണ് കൊടുത്തിരിക്കുന്നത് KSRTCയിൽ. ബഡ്ജറ്റ് ടൂറിസത്തിൽ KSRTCക്ക് കഴിഞ്ഞ വർഷം 183% ലാഭവർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങൾ തമിഴ്നാട് സർക്കാരുമായി ഒരു ടൈപ്പ് എത്തുന്നുണ്ട്. അവർക്ക് 50 വണ്ടിയുടെ പെർമിറ്റ് നമ്മൾ കൊടുക്കും ശബരിമലയെ ബന്ധപ്പെട്ട്. അതിന് പകരമായി നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് കൊടൈക്കനാൽ, വേളാങ്കണ്ണി, ആറ്റാങ്കര പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം പല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂർ പോകുന്ന ഒരു പദ്ധതി. ഇന്നു മുതൽ നമ്മുടെ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇതിൽ കയറാൻ കഴിയും. സർവീസ് എന്താ? 10-ാം തീയതി 12-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ഡേറ്റ് അവിടുത്തെ MLA കൂടെ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഫ്ലാഗ് ഓഫിംഗ് ചടങ്ങ് അവിടെ അദ്ദേഹത്തിനുള്ള സൗകര്യം ചോദിച്ചിട്ട് ഡേറ്റ് തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ലൈറ്റുകൾ പാടില്ല എന്നല്ല. അപ്പോൾ KSRTC ബസ്സിൽ ലൈറ്റൊക്കെ പുറത്തേക്ക് ലൈറ്റ് വെച്ചിട്ടില്ലല്ലോ, അകത്തേക്ക് വയ്ക്കാം. പുറത്ത് ലൈറ്റ് വയ്ക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ലൈറ്റ് വയ്ക്കാൻ പാടില്ല, അകത്ത് വണ്ടി ലൈറ്റ് വയ്ക്കാൻ കുഴപ്പമില്ല. ഇതൊരു വലിയ വിജയമാണെങ്കിൽ കൂടുതൽ ജില്ലകളിലേക്കും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇതിൻ്റെ രണ്ടാമതൊരു വണ്ടി നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് നോക്കി 2 മാസം നോക്കിയിട്ട് വിജയകരമാണെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റേ വണ്ടിയുടെ പണി ആരംഭിക്കും. ഇതൊക്കെയാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കറിൻ്റെ വിശേഷങ്ങൾ. ഗതാഗത മന്ത്രി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.